നമ്മളൊക്കെ എത്ര വർഷമായി ഇതിലേക്ക് ചേർന്നിട്ട്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? നമ്മൾ മുഖേന ആരാണ് ഹിദായത്തിലേക്ക് വന്നത്? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഒരുപക്ഷെ അവസാനമായി എന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കാം ഇത്. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളിതിലേക്ക് വന്നു, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്, നിങ്ങൾ മുഖേന ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതാണ് ദഅവത്ത്. നിങ്ങൾ മുഖേന ആർക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും ശിർക്കിലും ബിദ്അത്തിലുമാണോ? നിങ്ങളുടെ ഉമ്മ അങ്ങനെയാണോ ജീവിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ ദഅവത്ത് വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ രക്തബന്ധമുള്ള ആളുകളെയാണ് ആദ്യമായി നീ മുന്നറിയിപ്പ് നൽകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു അനുഭവം നിങ്ങൾ നോക്കുക. തൻ്റെ ഏറ്റവും സംരക്ഷിച്ച, തൻ്റെ ശത്രുക്കളിൽ നിന്ന് കാവൽ നിന്ന മഹാനായ അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് എന്തുമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കട്ടെ എന്ന് നബി ആഗ്രഹിച്ചു. നബി വിടാതെ അവിടെ തന്നെ നിന്നു. നബി കേൾപ്പിച്ചു, സമ്മർദ്ദം ചെലുത്തി, കൂട്ടാക്കിയില്ല. വീണ്ടും വീണ്ടും തൻ്റെ മൂത്താപ്പയോടുള്ള സ്നേഹം, എല്ലാവരും എന്നെ അകറ്റിയപ്പോൾ, ആട്ടിയോടിച്ചപ്പോൾ അഭയം നൽകിയ എൻ്റെ മൂത്താപ്പ. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് നബിക്ക്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, നിനക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ നിനക്ക് സാധ്യമല്ല, നിനക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിൽ വേണം എന്ന മൂല്യവത്തായ ഖുർആൻ വാക്യം കേൾപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. നബി കാണിച്ച വികാരം, ആ ഒരു ആഗ്രഹം, ആ ഒരു പ്രാർത്ഥന, തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ മുഅ്മിനായി മുവഹിദായി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വന്ന് മരിക്കണം റബ്ബേ എന്ന പ്രാർത്ഥന, അത് നമുക്കുണ്ടോ? നമ്മുടെ ഭാര്യ ഖുറാഫാത്തും ശിർക്കും പറയുമ്പോൾ അവളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ആദ്യ ചിന്ത ഭർത്താവിനാണ് ഉണ്ടാകേണ്ടത്. തൻ്റെ ഭർത്താവ് വഴിപിഴച്ചു പോകുന്നു എന്ന് കാണുന്ന തൊട്ടറിവുള്ള ഭാര്യ, ദഅവത്തിലെ ഒന്നാമത്തെ ദൗത്യം ആ ഭർത്താവിനെ നേർവഴിക്ക് കൊണ്ടുവന്നവരാണ്. എനിക്ക് മുജാഹിദ്